നമസ്കാരം. ഒരു മഴത്തുള്ളി ഇലയിൽ പതിക്കുമ്പോൾ അത് ശബ്ദമുണ്ടാക്കാറില്ല. പക്ഷെ ആ ഇല പൊഴിഞ്ഞു വീഴുമ്പോൾ പ്രകൃതി പോലും ചിലപ്പോൾ നിശബ്ദമാകാറുണ്ട്. ഇന്ന് മലയാള സിനിമയുടെ ലോകത്ത് നിന്ന് അത്തരമൊരു ഇല കൂടി ഒഴിഞ്ഞു വീണിരിക്കുന്നു. ഒരിക്കൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച, ചിലപ്പോൾ കണ്ണീരിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ, ജീവിതത്തിന്റെ നിസ്സഹായതയും മനുഷ്യന്റെ മഹത്വവും ഒരുപോലെ അഭിനയിച്ചു കാണിച്ച അതുല്യ കലാകാരൻ സലീം കുമാർ. ചിരിയുടെ ഒരു യുഗം ഇവിടെ അവസാനിച്ചു. മിമിക്രി വേദികളിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ യാത്ര മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. സാധാരണക്കാരുടെ ഭാഷയും ഭാവവും മുഖഭാവങ്ങളിലെ അസാധാരണമായ ജീവതയും കൈമുതലാക്കി അദ്ദേഹം പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അഭിനയിക്കുകയല്ല, കഥാപാത്രങ്ങളായി ജീവിക്കുകയായിരുന്നു സലീം കുമാർ. 1990കളുടെ അവസാനത്തിൽ സിനിമയിലെത്തിയ അദ്ദേഹം വളരെ വേഗം മലയാളികളുടെ കുടുംബാംഗമായി മാറി. പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചതിക്കാത്ത ചന്തു, കിലുക്കം കിലുകിലുക്കം, കുട്ടനാടൻ ബ്ലോഗ് തുടങ്ങി അനവധി ചിത്രങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ നിത്യ സംഭാഷണങ്ങളുടെ ഭാഗമാണ്. ഒരു തലമുറയുടെ ചിരിക്ക് അദ്ദേഹം നൽകിയ സംഭാവന അളക്കാനാകാത്തതാണ്. പക്ഷേ സലീം കുമാറിനെ ഒരു ഹാസ്യ നടനായി മാത്രം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. ചിരിയുടെ മുഖാവരണത്തിനുള്ളിൽ അത്യന്തം ഗൗരവമുള്ള ഒരു നടൻ ഒളിഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആദാമിന്റെ മകൻ അബു. അബു എന്ന സാധാരണ മനുഷ്യന്റെ സ്വപ്നങ്ങളും വേദനകളും പ്രതീക്ഷകളും അത്രമേൽ സത്യസന്ധമായി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യൻ സിനിമ തന്നെ അദ്ദേഹത്തെ ആദരിച്ചു. ആ ചിത്രത്തിലെ പ്രകടനത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരം ഒരു വ്യക്തിയുടെ നേട്ടം മാത്രമായിരുന്നില്ല, മലയാള സിനിമയുടെ അഭിനയ പാരമ്പര്യത്തിന് ലഭിച്ച അംഗീകാരം കൂടിയായി. അച്ഛനുറങ്ങാത്ത വീട്, പെരുമഴക്കാലം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ അഭിനയ വിസ്മയങ്ങളുടെ തെളിവുകളാണ്. പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയുന്നവർ ഏറെയുണ്ട്, കരയിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്നവർ കുറവാണ്. എന്നാൽ ഒരേ ജീവിതത്തിൽ ഈ മൂന്നും സാധ്യമാക്കിയ അപൂർവ കലാകാരനായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ മീമുകളായി മാറി, കഥാപാത്രങ്ങൾ ജനകീയ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നു. കാലം മാറിയിട്ടും അദ്ദേഹത്തിന്റെ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും പങ്കുവയ്ക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കലയുടെ അമരത്വം കൊണ്ടാണ്. സിനിമാ സ്ക്രീനിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന നിമിഷം തന്നെ പ്രേക്ഷകരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുമായിരുന്നു. ഇന്ന് ആ പുഞ്ചിരിയുടെ ഉടമ നമ്മോടൊപ്പമില്ല. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ രാത്രി 10:43 അന്ത്യം. മൃതദേഹം ഇന്ന് രാവിലെ 9 മണിയോടെ പറവൂർ ടൗൺ ഹാളിൽ എത്തിച്ചു. പൊതുദർശനം ഉച്ചയ്ക്ക് 1 മണി വരെ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ 3-ന് വീട്ടുവളപ്പിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. സത്യത്തിൽ കലാകാരന്മാർ മരിക്കുന്നുണ്ട്. സംസാരിക്കുന്നിടത്തെല്ലാം അദ്ദേഹത്തിന്റെ പേര് ആദരവോടെ ഉച്ചരിക്കപ്പെടുമ്പോൾ ഓരോ കലാകാരനും മരണത്തെ തോൽപ്പിച്ചു ജീവിക്കും. സത്യത്തിൽ കലാകാരന്മാർ മരിക്കുന്നുണ്ട്. സംസാരിക്കുന്നിടത്തെല്ലാം അദ്ദേഹത്തിന്റെ പേര് ആദരവോടെ ഉച്ചരിക്കപ്പെടുമ്പോൾ ഓരോ കലാകാരനും മരണത്തെ തോൽപ്പിച്ച് അവിടെ ജീവിക്കും. സലീം കുമാറിനും അത്തരത്തിൽ മരണമില്ല. മരണം ഒരു ശരീരത്തെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, ഓർമ്മകളെ കൊണ്ടുപോകാൻ അതിനാവുന്നില്ല. കലാകാരനെ മായ്ക്കാൻ അതിനാവുന്നില്ല. ഇന്ന് മലയാള സിനിമയുടെ തിരശ്ശീലയിൽ ഒരു വെളിച്ചം അണഞ്ഞിരിക്കുന്നു. പക്ഷെ ആ വെളിച്ചം വിതറിയ പ്രകാശം ഇനിയും തലമുറകളെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ സലീം കുമാർ, നിങ്ങൾ ഞങ്ങളെ ചിരിപ്പിച്ചു, നിങ്ങൾ ഞങ്ങളെ കരയിച്ചു, നിങ്ങൾ ഞങ്ങളെ മനുഷ്യരാകാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ യാത്ര വിടപറച്ചിലല്ല, മലയാളികളുടെ ഹൃദയത്തിൽ താങ്കൾ എന്നും ഒരു നിത്യസ്മരണയാണ്. ആദരാഞ്ജലികൾ. ചിരിയുടെ രാജകുമാരന്, മലയാളത്തിന്റെ സ്വന്തം സലീം കുമാർ.